1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ സ്ത്രീക്ക് ഒരു തലയുണ്ട്, അതുകൂടാതെ ദൈവം അവൾക്ക് ആക്കി വെച്ചിരിക്കുന്ന മറ്റൊരു തലയുണ്ട്, അതായത് അവളുടെ ഭർത്താവാണ് രണ്ടാമത്തെ തല. അങ്ങനെ സ്ത്രീക്ക് 2 തലയുണ്ടെന്നുള്ളതാണ്. തല കാണിക്കുന്നത് അധികാരത്തെയാണ്. അതായത് വേദപുസ്തകം പറയുന്നത് ഒരു ഭാര്യ ഭർത്താവാകുന്ന തലയ്ക്ക് കീഴ്പ്പെട്ട് വേണം ജീവിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ആ ഭാര്യ ഇന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ 98% ഭവനങ്ങളിലും ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ഭാര്യമാരിന്ന് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടല്ല ജീവിക്കുന്നത്, മറിച്ച് ഭർത്താക്കന്മാരിന്ന് ഭാര്യമാർക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് സ്ത്രീയുടെ തല പുരുഷനാണ്, ആ പുരുഷന് കീഴ്പ്പെട്ട് വേണം സ്ത്രീ ജീവിക്കുവാൻ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് തലയിരിക്കുമ്പോൾ വാലാടരുത് എന്നാണ്.